ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. നമ്മളിപ്പോൾ യോഗയെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഇപ്പം പൊതുവെ എല്ലാവർക്കും യോഗയെക്കുറിച്ചുള്ള സംശയം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഓരോരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ടൊരു വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ സംശയം ഓരോ ദിവസം പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് സംശയങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോവും. ആർക്കും ക്ഷമയൊന്നുമില്ല ഇപ്പോൾ ഇത്രയും വീഡിയോ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ടായിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, യോഗ ചെയ്യുന്ന ആളിന് മുട്ട, ഇറച്ചി ഇതൊക്കെ കഴിക്കാമോ എന്ന് എല്ലാവരുടെ ഇടയിലൊരു ഒരു സംസാരമുണ്ട്. നമ്മൾ യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇറച്ചി, മുട്ട, മീൻ ഇങ്ങനെയൊക്കെ കഴിക്കാമോ? നമുക്ക് മാംസാഹാരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണ്ടേ? നമ്മൾ കൂടുതലായി മലക്കറി, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ അല്ലേ കഴിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സംശയത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ യോഗ ചെയ്യുന്നത്? ഞാൻ എന്നോട് ചോദിക്കുക, എന്തിനാണ് ഞാൻ യോഗ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്, ഒരു വീട്ടമ്മയാണ്, വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യം എൻ്റെ മക്കളെ നോക്കാനുള്ള ഒരു ആരോഗ്യവും ഒരു മെൻ്റലി ഫിസിക്കലി ഒരു ഹെൽത്തൊക്കെയാണ് എൻ്റെ ആവശ്യം. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് യോഗ ചെയ്യുന്നത്? നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇപ്പോൾ ചിലർക്ക് വെയിറ്റ് ലോസ് ആണ് ആഗ്രഹം. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ആഹാരത്തിലൊക്കെ ഒരുപാട് കഴിക്കുന്നതൊക്കെ ഒന്ന് ക്രമീകരിച്ച് നമ്മൾ കുറച്ച് അത്യാവശ്യം യോഗയൊക്കെ ചെയ്ത് ഒന്ന് ഓക്കെ ആവേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ മാറ്റുക. ഇപ്പോൾ ചിലർക്ക് യോഗ ചെയ്ത് ഇപ്പോൾ ബ്രഹ്മചര്യത്തെ അനുഷ്ഠിച്ച് യോഗയുടെ അങ്ങ് വലിയ തലത്തിലേക്കൊക്കെ പോവേണ്ട ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറച്ചി, മുട്ട, മീൻ, ബ്രഹ്മചാര്യം അനുഷ്ഠിക്കുക, കള്ളം പറയാതിരിക്കുക, സത്യം മാത്രം പ്രവർത്തിക്കുക, അങ്ങനെ അത്രയും നിയമ ആസന പ്രത്യേക ധാരണ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ യോഗയിലുള്ള ഒരാൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഓക്കെ ആക്കിയാണ് യോഗ ചെയ്യേണ്ടത്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് അത്രയും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മളോട് ചോദിക്കുക, എന്തിനാണ് യോഗ ചെയ്യുന്നത്? അത്യാവശ്യം നമുക്ക് മെൻ്റലി ഫിസിക്കലി ഒന്ന് ഓക്കെ ആവുക, നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുക, നമ്മൾ മക്കളെ നോക്കാൻ പറ്റുക, ഹസ്ബൻഡിനെ നോക്കാൻ പറ്റുക, വീട്ടിലുള്ള എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവർക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക, അവരെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഇറച്ചി, മുട്ട അങ്ങനെ ഒഴിവാക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ പോവുക. പക്ഷെ മാക്സിമം യോഗയെ ആൾക്കാരെ സ്നേഹിക്കുക, വിശ്വസിക്കുക, അതനുസരിച്ച് നമ്മൾ കൂടുതലായി പ്രവർത്തിക്കുക, യോഗ എല്ലാ ദിവസവും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്, യോഗ പഠിച്ച് യോഗയുടെ അടുത്ത തലങ്ങളിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചിലപ്പോൾ ഇറച്ചി, മുട്ട, മീൻ അങ്ങനെയൊക്കെയുള്ള ഒഴിവാക്കി നമുക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ കഴിച്ച് നിയമാസന അങ്ങനെ കുറച്ച് സത്യം മാത്രം പ്രവർത്തിക്കുക, നന്മ മാത്രം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഫോളോ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ യോഗയുടെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക, എന്തിന് യോഗ ചെയ്യുന്നു? എൻ്റെ ആവശ്യം യോഗയിലൂടെ എന്താണ്? അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനമെടുത്ത് നിങ്ങൾ തന്നെ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.